നമുക്കിന്നേ മുരിങ്ങാക്കോലും മുട്ടയും കൂടി ഒരു കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചുള വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് മുരിങ്ങാക്കോലും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങാക്കോലിൻ്റെ 1/4 ഭാഗം വേവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ചാറൊന്ന് വറ്റുന്നതിന് മുൻപ് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ചിക്കി ഇളക്കി മുട്ട വേവുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ വെള്ളം എല്ലാം വറ്റി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങാക്കോലും മുട്ടയൊക്കെ അതേ നല്ലതുപോലെ ഞാൻ ചിക്കി ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കി കഴിക്കാത്ത ആൾക്കാരൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ അത്ര ഉള്ള കേട്ടോ.